ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിന്റെ 9th അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി 10ാമത്തെ അലോട്ട്മെന്റ് ഉണ്ടോ, ആർക്കൊക്കെയാണ് 10ാമത്തെ അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, 9th അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഓൾറെഡി അലോട്ട്മെന്റ് എടുത്ത് അഡ്മിഷൻ എടുത്ത കുട്ടികൾ 9th അലോട്ട്മെന്റിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, അത് ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് LBS സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് എലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസ് 2025 ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെന്റ് പബ്ലിഷ്ഡ് എന്ന് കാണാം. അതോടൊപ്പം തന്നെ 10ാമത്തെ അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നമ്മൾ നോക്കാം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കലിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ആദ്യമായിട്ട് 9ാമത്തെ അലോട്ട്മെന്റിൽ കിട്ടുന്ന കുട്ടികൾ ചെയ്യേണ്ടത് ടോക്കൺ ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ്. ടോക്കൺ ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ടും ഫെഡറൽ ബാങ്ക് ചെല്ലാൻ വഴിയായിട്ടും അടയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓൺലൈൻ വഴി ആയിട്ടാണ് നിങ്ങൾ അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ വരുന്നതായിരിക്കും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കുക. നിങ്ങൾ ചെല്ലാൻ വഴിയാണ് അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ 24 hours കഴിഞ്ഞതിന് ശേഷം പ്രൊഫൈലിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ വരുന്നതായിരിക്കും. അത് നിങ്ങൾ പ്രിന്റ് എടുക്കുക. നിങ്ങൾക്ക് ഈ ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ള സമയപരിധി എന്ന് പറയുന്നത് ഒക്ടോബർ 21 തീയതി വരെയാണ്. അതിനുശേഷം ഒക്ടോബർ 22 മുന്നോടിയായിട്ട്, അതായത് ഇന്ന് നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്യാം. അതായത് ഒക്ടോബർ 22 തീയതി വരെ നിങ്ങൾക്ക് കോളേജിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സമയമുണ്ട്. ടോക്കൺ ഫീസ് അടച്ചാൽ മാത്രം പോരാ, ഡയറക്റ്റ് കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യണം. ഇനി നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ഡൗട്ട് ആയിരിക്കും, ടോക്കൺ ഫീസ് അടച്ചിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്യാതെ അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ പറ്റില്ല. നിങ്ങൾക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ആ കോളേജിൽ നിന്നും NOC വാങ്ങിച്ചുകൊണ്ട് മാത്രമേ അടുത്ത അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ജോയിൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. നിങ്ങൾ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് നഷ്ടപ്പെടുകയും മുന്നോട്ടുള്ള അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നതാണ്. 10ാമത്തെ അലോട്ട്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാമത്തെ അലോട്ട്മെന്റ് ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഓപ്ഷൻ പുതുതായിട്ട് വെക്കണം. നിങ്ങൾ 9ാമത്തെ അലോട്ട്മെന്റിന് വേണ്ടി പുതുതായിട്ട് ഓപ്ഷൻ വെച്ചല്ലോ, അത് അവിടെ ക്യാൻസൽ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ 10ാമത്തെ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഒന്നേന്ന് പുതിയ ഓപ്ഷൻസ് വെക്കണം. ഓപ്ഷൻസ് വെക്കുമ്പോൾ നിങ്ങൾക്ക് വാക്കൻസി നോക്കി വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി വാക്കൻസി ഒരു കോളേജിലും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജസ് നിങ്ങൾക്ക് വെക്കാം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കോളേജസ് വെക്കാം. വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പോകുമെന്ന് ഉറപ്പുള്ള കോഴ്സസും കോളേജസും വെക്കാൻ വേണ്ടി കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം 6th അലോട്ട്മെന്റിന് ശേഷം വന്നിട്ടുള്ള അപ്ഡേറ്റ് ആയിരുന്നു. അതിനുശേഷമുള്ള ഓരോ അലോട്ട്മെന്റ് കഴിഞ്ഞും ജോയിൻ ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത്. അപ്പോൾ 6th അലോട്ട്മെന്റിന് ശേഷം ഓരോ കുട്ടികൾ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ NOC വാങ്ങി മുന്നോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതുവരെയും ജോയിൻ ചെയ്യാതെ ടോക്കൺ ഫീസ് അടച്ച് അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ അങ്ങനെ കമന്റ്സിൽ ചോദിക്കുന്നുണ്ട്, 6th അലോട്ട്മെന്റിൽ കിട്ടി, NRI അലോട്ട്മെന്റിന് കിട്ടി, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി NRIയുടെ ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ കയ്യിലില്ല. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, NRI സ്റ്റുഡൻസ് മാത്രമാണ് അതിന് ഓപ്ഷൻ വെക്കേണ്ടത്. അല്ലാത്ത കാറ്റഗറി സ്റ്റുഡൻസ് അതിൽ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് NRI ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ ആ അഡ്മിഷനും കിട്ടില്ല. അതുപോലെ മുന്നോട്ടുള്ള അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിക്കുകയില്ല എന്നുള്ളത്. പക്ഷെ നമ്മുടെ വീഡിയോസ് മുഴുവനായി കാണുന്ന കുട്ടികൾക്ക് ഈ ഡൗട്ട്സ് ഒന്നും വരികയില്ല. അതുപോലെ ഇങ്ങനത്തെ മിസ്റ്റേക്ക് ചെയ്യുകയുമില്ല. നിങ്ങൾ എന്ത് അപ്ഡേറ്റ്സ് അറിയുമ്പോഴും അത് മുഴുവനായിട്ട് കേൾക്കാനുള്ള ഒരു ക്ഷമ നിങ്ങൾ കാണിക്കണം. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ അപ്ഡേറ്റ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ അതിന് മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞ് അലോട്ട്മെന്റ് കിട്ടാതെ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. നിങ്ങൾ 1 വർഷമാണ് പോകുന്നത്. ഒരുപാട് പേർക്ക് കഴിഞ്ഞ അലോട്ട്മെന്റിലൊക്കെ കിട്ടിയതിന് ശേഷം പല കുട്ടികളും അപ്ഡേറ്റ്സ് ടൈമിന് അറിയാത്തത് കൊണ്ട് കിട്ടാതെ പോയ ചാൻസുകളുണ്ട്. അതോടൊപ്പം എടുത്തൊരു കാര്യം പറയാം, 300-ന് 298 പോയിന്റ് സംതിങ് മാർക്കുള്ള ഒരു കുട്ടിക്ക് ഈ വർഷം അലോട്ട്മെന്റ് ലഭിച്ചതിന് ശേഷം ആ കുട്ടി ടോക്കൺ ഫീസ് അടച്ച് ജോയിൻ ചെയ്യാത്തത് കാരണം LBS ആപ്ലിക്കേഷനിൽ നിന്നും റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. ഇതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലും പോയിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി പല വീഡിയോസിലും എക്സാമ്പിൾ ആയിട്ട് വരെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴും ഇങ്ങനെ പല കുട്ടികളും മിസ്റ്റേക്ക് കാണിച്ച് LBS ആപ്ലിക്കേഷനിൽ നിന്നും റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് വരുന്നത് എന്നത് കറക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് ഓപ്ഷൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസുകൾ ഉണ്ട്.
SC, ST, OEC കാറ്റഗറി സ്റ്റുഡൻസ് അടയ്ക്കേണ്ട ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് 1000 rupees ആണ്. അതുപോലെ ബാക്കിയുള്ള കാറ്റഗറി സ്റ്റുഡൻസ് അടയ്ക്കേണ്ട ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് 25,000 rupees ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെ 9ാമത്തെ അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ട് എന്നത് നോക്കാൻ വേണ്ടി അലോട്ടഡ് ലിസ്റ്റ് നോക്കിയാൽ മാത്രം മതിയാകും. അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഓറഞ്ച് കളർ ബോക്സിൽ 3 ലൈൻസ് കാണാൻ പറ്റും. അതിന്റെ സൈഡിലായിട്ട് അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓരോ കോഴ്സസിലും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 9th അലോട്ട്മെന്റിൽ എത്രത്തോളം സ്റ്റുഡൻസിനെ എടുത്തിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻസ് ടോക്കൺ ഫീസ് അടയ്ക്കുകയാണെങ്കിൽ ആ സീറ്റും ഫില്ലായി പോകുന്നതാണ്. സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ തന്നെ ഗ്രീൻ ടിക്ക് വരുന്നതെല്ലാം ഓൾറെഡി ഫിൽഡ് ആണ്. ഇൻറ്റു മാർക്ക് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് പുതുതായിട്ട് 9ാമത്തെ അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ള കുട്ടികളാണ്. ഇവർക്ക് ഇനി ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ള സമയം 21 വരെയും അതുപോലെ 22 വരെയുമാണ് അഡ്മിഷൻ എടുക്കാനുള്ള സമയം എന്ന് പറയുന്നത്. ആ ഒരു ടൈം കൊണ്ട് ആ കുട്ടികൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ സീറ്റുകൾ ഫില്ലാകുന്നതാണ്. അതുപോലെ ഇവിടെ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം അവരുടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കോളേജ് PNC, MAKL, AMCS, FNCK ഒക്കെ വന്നുകൊണ്ട് മാറിയ കുട്ടികളുണ്ട്. അതുപോലെ LBS ഡിപ്ലോമയുടെ ട്രയൽ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ മാറാൻ നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ വാക്കൻസി വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് വാക്കൻസി ലിസ്റ്റ് മുഴുവനായിട്ട് കാണാൻ സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിലേക്ക് മാറാൻ താല്പര്യമുള്ള കുട്ടികൾ അതൊന്ന് ഓപ്ഷൻ വെക്കുക. ഓപ്ഷൻ വെക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കോളേജും കൂടി ഓപ്ഷനിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് കുട്ടികളുടെ കമന്റ്സ് കണ്ടതാണ് ഓൾറെഡി കിട്ടിയ കോളേജ് തന്നെ പിന്നെയും കിട്ടി എന്നുള്ളത്. അത് നിങ്ങൾ ആ ഓൾറെഡി കിട്ടിയ കോളേജ് തന്നെ ഒന്നുകൂടി ഓപ്ഷൻസ് വെക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ തന്നെ കിട്ടുന്നത്. നിങ്ങൾ അടുത്ത അലോട്ട്മെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ നിന്നും മാറുവാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ പുതിയ ഓപ്ഷൻസ് വെക്കുമ്പോൾ ഇതേ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് തന്നെ വെക്കാതിരിക്കാനും കൂടി ഒന്ന് നോക്കാട്ടോ. ഇനി എത്ര അലോട്ട്മെന്റ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം സീറ്റുകൾ ഫില്ലാകുന്നുവോ അതുവരെയും അലോട്ട്മെന്റ് നടക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കറക്റ്റ് ടൈമിൽ അപ്ഡേറ്റ്സ് അയച്ചു കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.